എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഞായർ അവധിക്ക് ശേഷം നാളെ തിങ്കളാഴ്ച മുതൽ റേഷൻ അറിയിപ്പുകളും ഗ്യാസ് അറിയിപ്പുകളും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഗ്യാസിന് വില കൂടാൻ പോകുന്നു, അതുപോലെ തന്നെ മറ്റ് അറിയിപ്പുകളുണ്ട്. റേഷൻ വിതരണം 15-ാം തീയതി കഴിഞ്ഞാൽ പകുതിയെ കിട്ടൂ. അപ്പോൾ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സപ്ലൈകോ മെയ് മാസത്തെ പുതുക്കിയ വില പ്രഖ്യാപിച്ചു. ചെറുപയർ 85 രൂപ, ഉഴുന്ന് 87 രൂപ, കടല 63 രൂപ, വൻപയർ 68 രൂപ, തൂരപ്പരിപ്പ് 83 രൂപ, മുളക് 130 രൂപ, മല്ലി അര കിലോ 45 രൂപ, പഞ്ചസാര 1 കിലോ 33 രൂപ, വെളിച്ചെണ്ണ 1 ലിറ്റർ, അതായത് അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് 256 രൂപ. പൊതുവിപണിയിൽ അതിലും വില കുറവാണ് ഇപ്പോൾ. ജയ അരി 33 രൂപ, കുറുവാരി 33 രൂപ, മട്ടയരി 33 രൂപ, പച്ചരി 29 രൂപ. അപ്പോൾ ഇതൊക്കെ വാങ്ങാവുന്നതാണ്. റേഷൻ വിതരണവും തുടരുകയാണ്. 15-ാം തീയതി വരെ ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും റേഷൻ വാങ്ങാം. 15-ാം തീയതി കഴിഞ്ഞാൽ 30-ാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ മാത്രമാണ് വാങ്ങാൻ കഴിയുക. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. അതോടൊപ്പം തന്നെ പാചകവാതക വിലയും കൂടും. മെയ് 15-ന് മുമ്പ് വർദ്ധിപ്പിക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പെട്രോൾ ഡീസൽ വിലയിൽ ഏകദേശം 4 മുതൽ 5 രൂപ വരെ വർധനവുണ്ടാവും. ഗാർഹിക LPG സിലിണ്ടറുകളിൽ 40 മുതൽ 50 രൂപ വരെ വർദ്ധിച്ചേക്കും എന്നുള്ളത് റിപ്പോർട്ടുകളാണ് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം പകുതിയായി വെട്ടിക്കുറച്ച് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. ഇതോടെ ക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. എണ്ണ കമ്പനികൾ ലോഡുകളിൽ കുറവ് വരുത്തിയതിനാൽ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ആവശ്യാനുസരണം നൽകാനാകില്ല എന്ന് ഗ്യാസ് ഏജൻസി ഉടമകൾ പറയുന്നു. ഇതോടെ ഹോട്ടലുകൾക്ക് പുറമെ വീട്ടിലെ അടുക്കളയും പൂട്ടി ഇടേണ്ടി വരുമോ എന്ന ആദിയിലാണ് ഉപഭോക്താക്കൾ. 9 ദിവസം 2 ലോഡ് സിലിണ്ടറുകളാണ് എത്തിയിരുന്നത്. കുറച്ച് മാസമായി 1 ലോഡ് മാത്രമാണ് എണ്ണ കമ്പനികൾ നൽകുന്നത്. 1 ലോഡ് മാത്രം എത്തുകയാണ് എങ്കിൽ ദിവസം 40 സിലിണ്ടറുകൾ മാത്രമാണ് വിതരണം ചെയ്യാനാകുക. ദിവസം 100-ലേറെ ബുക്കിങ്ങുകളാണ് ഉണ്ടാകുന്നത് എന്നും 2 ലോഡ് ലഭിച്ചാലേ ഇതിനനുസരിച്ച് വിതരണം നടക്കുകയുള്ളൂ എന്നും ബുക്ക് ചെയ്ത് 3 ആഴ്ച വരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നും ഏജൻസികൾ പറയുന്നു. പാചകവാതക പ്രതിസന്ധി കാരണം ഹോട്ടലുകൾ വ്യാപകമായി പൂട്ടിയിട്ട് മാസങ്ങളായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീടുകളിലെ അടുപ്പുകളിലും ഈ ഒരു സ്ഥിതി വരുന്നത്. പലർക്കും ജൂൺ മാസത്തോടു കൂടി LPG വിതരണം നിർത്തും. രാജ്യത്ത് LPG സിലിണ്ടർ ഉപയോഗം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഈ വർഷം മാർച്ചിൽ ഒരു നിർണായകമായ ഉത്തരവിറക്കിയിട്ടുണ്ട്. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷനുകളിലേക്ക് മാറിയില്ല എങ്കിൽ LPG സിലിണ്ടർ വിതരണം അവസാനിപ്പിക്കും എന്നതാണ് ഉത്തരവ്. LPG സിലിണ്ടറിൽ നിന്നും പൈപ്പ് വഴി ലഭിക്കുന്ന ഗ്യാസ് കണക്ഷനിലേക്ക് മാറാൻ 90 ദിവസമായിരുന്നു നൽകിയിരുന്ന സമയപരിധി. ഈ കാലാവധി ജൂണിൽ അവസാനിക്കാൻ പോവുകയാണ്. അതിനാൽ എങ്ങനെ പൈപ്പ് വഴി ഗ്യാസ് കണക്ഷനിലേക്ക് മാറാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, BPCL, ഗെയിൽ ഗ്യാസ് തുടങ്ങിയ കമ്പനികളാണ് ഗാർഹിക വാണിജ്യ പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് കണക്ഷൻ നൽകുന്നത്. PNG കണക്ഷൻ ലഭ്യമാകാൻ ഓൺലൈനായി അപേക്ഷിക്കാം. ഇതിനായി ആദ്യം ഗ്യാസ് വിതരണ കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് തുടർന്ന് പുതിയ PNG കണക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം പേര്, വിലാസം, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകുക. തുടർന്ന് രേഖകൾ അപ്ലോഡ് ചെയ്യുക. ഇതിനുശേഷം രജിസ്ട്രേഷൻ ഫീസ് അടക്കുക. ഇതോടെ ഒരു റഫറൻസ് നമ്പർ ലഭിക്കും. തുടർന്ന് പരിശോധനയ്ക്ക് ശേഷം ഗ്യാസ് വിതരണ കമ്പനിയുടെ ആൾ വീട്ടിലെത്തി പൈപ്പ് ലൈനും മറ്റു അനുബന്ധ സാമഗ്രികളും ഘടിപ്പിക്കും. ഇതാണ് രീതി. PNG കണക്ഷനിലേക്ക് മാറുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനി പറയുന്നവയാണ്. ഫോട്ടോ, ID കാർഡ്, അതായത് ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അഡ്രസ് പ്രൂഫായി ഇലക്ട്രിസിറ്റി ബില്ല്, BSNL ബില്ല്, റെന്റ് എഗ്രിമെന്റ്, റേഷൻ കാർഡ്, നികുതി അടച്ച രേഖ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണം. ഓണർഷിപ്പ് പ്രൂഫ്, അതായത് രജിസ്ട്രേഷൻ, പ്രോപ്പർട്ടി ഡോക്യുമെന്റേഷൻ, നികുതി അടച്ച രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവയെല്ലാം മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത്. അതേസമയം ഒരു വീട് ഒരു ഗ്യാസ് കണക്ഷൻ എന്ന ആശയവുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ.
അതിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉള്ള വീടുകളിലെ LPG സിലിണ്ടറുകൾ വെട്ടിക്കുറക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. LPG സിലിണ്ടറുകൾക്കൊപ്പം പൈപ്പ് വഴിയുള്ള കണക്ഷനും ഒരേ സമയം ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് PNG സിലിണ്ടർ ലഭ്യമാക്കൽ, LPG സിലിണ്ടറുകളുടെ കരിഞ്ചന്തയിലെ വിപണനം തടയൽ തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ ഈ നീക്കം. 2026 മാർച്ചിൽ രാജ്യത്തെ ഗ്യാസ് കണക്ഷൻ സംബന്ധിച്ച് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയം പുതിയ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് പുതിയ LPG സിലിണ്ടറിന് അപേക്ഷിക്കാനോ സിലിണ്ടർ വീണ്ടും നിറക്കുന്നതിനോ സാധിക്കില്ല എന്ന് സർക്കുലർ പറയുന്നു. കൂടാതെ മെയ് 4 പുറത്തിറക്കിയ ഏറ്റവും പുതിയ സർക്കുലറിൽ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്യാൻറ്റീനുകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങൾക്കുള്ള പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മുൻഗണന നൽകാൻ ഗ്യാസ് കമ്പനികൾ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.